ഇന്ന് ഈ ലൈവിലൂടെ ദൈവത്തോട് നമ്മൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. എനിക്കൊന്ന് 6 കാര്യങ്ങളാണ് ഫെയ്ത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടത്. ഒന്നാമത്തേത് രക്ഷിക്കുന്ന വിശ്വാസം, രണ്ടാമത്തേത് ലിവിങ് ഫെയ്ത്ത്, മൂന്നാമത്തേത് ലിറ്റിൽ ഫെയ്ത്ത്, നാലാമത്തേത് ശക്തിയുള്ള വിശ്വാസം, അഞ്ചാമത്തേത് അതിവിശുദ്ധ വിശ്വാസം, ആറാമത്തേത് ഗ്രേറ്റ് ഫെയ്ത്ത്. പറ്റുമെങ്കിൽ ഈ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇത് 6 എഴുതാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഫേസ്ബുക്കിൽ കാണുന്നവർ ഇത് എഴുതുക. വിശ്വാസം കേൾവിയാൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാലാണ്. അതിനെ നമ്മൾ ഒന്നുകൂടെ പ്രഖ്യാപിക്കുമ്പോൾ സംഭവിക്കുന്നത്, അതിൽ നമുക്ക് വാഴാനുള്ള അവസരം നമ്മൾ തന്നെ തുറക്കുകയാണ്. തോമസ് അറയ്ക്കൽ ഈ പറഞ്ഞ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഫെയ്ത്തിനും പ്രോമിസുകളെ വിശ്വസിക്കുന്ന ഫെയ്ത്തിനും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഗ്രേറ്റ് വിശ്വാസവും ദൈവത്താൽ നിങ്ങൾക്ക് സംഭവിക്കട്ടെ. ഒരു പക്ഷപാത രോഗിയെ യേശുവിൻ്റെ ശുശ്രൂഷ സ്ഥലത്തേക്ക് മേൽക്കൂര വീടിൻ്റെ പൊളിച്ച് ഇറക്കുമ്പോൾ ദൈവം അവരുടെ വിശ്വാസം കണ്ടെന്നാണ്. ഗ്രേറ്റ് ഫെയ്ത്താണ്. കിടന്നവൻ്റെ വിശ്വാസമല്ല, അവരുടെ വിശ്വാസം, കൊണ്ടുവന്നവൻ്റെ ഫെയ്ത്ത്. ആ ഫെയ്ത്തിനകത്ത് വർധനവ് ലഭിച്ചാൽ വലിയ സൗഖ്യങ്ങൾ സംഭവിക്കും. കർത്താവ് ഈ ദിവസങ്ങളിൽ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഹീലിംഗ് മിനിസ്ട്രി നടക്കാൻ പോവുകയാണ്. ഭൂതലത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സൗഖ്യങ്ങളുടെ ശുശ്രൂഷ കർത്താവ് നമ്മുടെ ഇടയിൽ ചെയ്യാൻ പോവുകയാണ്. കേരളത്തിൽ വലിയ സൗഖ്യങ്ങളുടെ ശുശ്രൂഷ, ഞെട്ടിച്ച് കളയുന്ന, അത്ഭുതപ്പെടുത്തി കളയുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന ഹീലിങ്ങുകൾ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നടന്നിക്കുന്നത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടക്കുന്ന വലിയ ഹീലിങ്ങുകൾ, അതിൻ്റെ ഒരു നദി പോലെ സൗഖ്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അത് എന്നിലൂടെ സംഭവിക്കാൻ പോകുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരിലൂടെ അത് സംഭവിക്കാൻ പോകുന്നു. വലിയ സൗഖ്യം, ഗ്രേറ്റ് ഫെയ്ത്താണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഫെയ്ത്ത് കർത്താവെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. അത് സ്ട്രോങ് ഫെയ്ത്തിലേക്കും അത് ഗ്രേറ്റ് ഫെയ്ത്തിലേക്കും ഹോളി ഫെയ്ത്തിലേക്കും കൊണ്ടുപോകത്തക്ക നിലയിൽ ഞങ്ങളുടെ ഫെയ്ത്തിനെ വർദ്ധിപ്പിച്ചു തരണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ, ആ വചനത്തിലുള്ള
ഞങ്ങളുള്ള പ്രോമിസുകളെ വിശ്വസിക്കുവാൻ ആവശ്യമായ സ്ട്രോങ് ഫെയ്ത്ത് തരണമേ. മറ്റുള്ളവരെ കർത്താവിലേക്ക് നേടാൻ, അവരിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള വലിയ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗികളുടെ മേൽ സൗഖ്യം നടക്കണമേ. ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്ന അവയവങ്ങൾ സൗഖ്യമാകണമേ. എല്ലാ ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നങ്ങളും കർത്താവ് സൗഖ്യമാക്കണമേ. സ്കിൻ അലർജികൾ സൗഖ്യമാകണമേ. ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന ചില വ്യക്തികൾ ഈ പ്രഭാതത്തിൽ അത്ഭുത സൗഖ്യം യേശുവിൻ്റെ അടിപ്പിണരാൽ സംഭവിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഫേസ്ബുക്കിൽ ഞങ്ങളെ കാണുന്നവർ